ശുചിത്വ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കിയതിന് കണ്ണൂർ മട്ടന്നൂർ നഗരസഭയ്ക്ക് കേന്ദ്ര പുരസ്കാരം ലഭിച്ചു. സ്വച്ഛ് സർവേഷൻ പുരസ്കാരമാണ് അവർക്ക് കിട്ടിയത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്തരമൊരു പുരസ്കാരം ലഭിക്കുന്നത് ഒരു നഗരസഭയ്ക്ക്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, മന്ത്രി എം പി രാജേഷ് പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങുമെന്നാണല്ലോ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് നമുക്ക് കിട്ടിയത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഇത്. ഈ കേന്ദ്ര നഗരവികസന മന്ത്രാലയം ഏർപ്പെടുത്തിയിരിക്കുന്ന സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം ഇത്തവണ കേരളത്തിനാണ് ലഭിക്കുന്നത്. ഇത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുവരെയും നടത്തിയിട്ടില്ല. ഈ ചടങ്ങ് നടക്കുന്നത് വിജ്ഞാൻ ഭവനിൽ ഇന്ന് രാവിലെ 11 മണിയോടെയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാവും ഈ സമ്മാനം സംസ്ഥാനത്തിന് സമ്മാനിക്കുക. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മന്ത്രി എം പി രാജേഷ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഈ പുരസ്കാര ജേതാക്കളെ മാത്രം പ്രത്യേകം ഈ ഡൽഹിയിൽ എത്തണം എന്ന അറിയിപ്പ് മാത്രമാണ് ഇതുവരെ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായി മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വിജ്ഞാൻ ഭവനിലെ ചടങ്ങിൽ വെച്ചായിരിക്കും ഔദ്യോഗികമായി മട്ടന്നൂർ നഗരസഭയ്ക്കുള്ള ഈ പുരസ്കാരത്തിന്റെ പ്രഖ്യാപനം നടക്കുക. 2016 മുതൽ കേന്ദ്ര നഗരവികസന മന്ത്രാലയം ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. പ്രധാനമായും ശുചിത്വം, ഒപ്പം തന്നെ മാലിന്യ സംസ്കരണം എന്നീ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത്. ഇത്തവണ 78 നഗരസഭകൾ അടക്കമുള്ള 78 പേർക്കാണ് ഇത്തവണ ഈ പുരസ്കാരം നൽകുന്നത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ 45 ദിവസത്തിനിടെ ഓരോ വാർഡിലും 3000-ഓളം പരിശോധനകൾ നടത്തി ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വലിയ തോതിൽ തന്നെ ഈ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശുചിത്വത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന് ഈ വിഷയത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പുനരുപയോഗം എന്ന സ്വച്ഛത, പുനരുപയോഗം എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ പുരസ്കാര ദാനം നടക്കുന്നത്. എസ് കെ എൻ.